നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഒരുപാട് കാലമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന ഓപ്പണിംഗ് സീരീസ് ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ഓരോ ഓപ്പണിങ്ങിലെയും പ്രധാനപ്പെട്ട എല്ലാ വേരിയേഷനുകളും, ആ വേരിയേഷനുകളിൽ നടന്നിട്ടുള്ള മികച്ച ഗെയിമുകളും, പിന്നെ അതിലെ ഗ്യാമ്പറ്റുകളും ട്രാപ്പുകളും ഉൾപ്പെടുത്തിയാണ് ഈ സീരീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് സമയം വേണ്ടി വരും. അതുകൊണ്ട് എല്ലാവരും ക്ഷമയോടെ വീഡിയോ കാണാൻ ശ്രമിക്കുക. പിന്നെ ഈ സീരീസ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും അത്യാവശ്യമാണ്. ഇപ്പോൾ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ശ്രീജിത്ത് എന്ന സുഹൃത്ത് നമ്മുടെ ചാനലിൽ തന്നെ ചെയ്ത ശേഷം അയച്ചു തന്ന സ്ക്രീൻഷോട്ടാണ്. ഇതിപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ കഴിയുമോ എന്നറിയില്ല. ചെയ്യാൻ കഴിയുന്നവർ ചെയ്ത് സഹായിക്കുക. നമുക്കിനി നമ്മുടെ ഓപ്പണിങ്ങിലേക്ക് വരാം. നമ്മുടെ സീരീസിൽ ആദ്യം ഇറ്റാലിയൻ ഗെയിമാണ്. ഈ ഓപ്പണിങ്ങിനെ കുറിച്ച് അറിയാത്തതും കളിച്ചിട്ടില്ലാത്തതുമായിട്ടുള്ള ആരും തന്നെ കാണില്ല. എന്നാൽ ഇതിലെ എല്ലാ വേരിയേഷനും അറിയാത്തവർക്ക് വേണ്ടിയും പുതുതായിട്ട് കളിച്ചു തുടങ്ങുന്നവർക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ ആയതുകൊണ്ടുമാണ് ഈ ഓപ്പണിംഗ് തന്നെ ആദ്യം കാണിക്കാൻ തീരുമാനിച്ചത്. ഇതിലെ ഓരോ വേരിയേഷനെ ബേസ് ചെയ്തും എല്ലാ ആഴ്ചകളിലും ടൂർണമെൻറ്റുകൾ ഉണ്ടാകും. പരമാവധി എല്ലാവരും പങ്കെടുക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഓപ്പണിങ്ങിലേക്ക് വിശദമായിട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ പറയാനുണ്ട്. അതിൽ ഒന്നാമത്തത്, ചെസ്സ് പഠിച്ചു തുടങ്ങുന്ന ഒരുപാട് ചെറിയ കുട്ടികളുണ്ടാകും. അവർക്കൂടെ മനസ്സിലാകുന്ന രീതിയിലാണ് ഈ സീരീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ആവർത്തിച്ച് പറയേണ്ടി വരും. അത് മറ്റുള്ളവർ ക്ഷമിക്കുക. ഇനി രണ്ടാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കാര്യം, നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ ഓപ്പണിംഗ് പഠിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. നമ്മൾ ഓപ്പണിംഗിൽ വരുത്തുന്ന ചെറിയ മിസ്റ്റേക്കുകൾ പോലും ഗെയിം വളരെ വേഗത്തിൽ തോക്കാൻ തന്നെ കാരണമാകാറുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് ഗെയിമുകൾ നമ്മൾ മുമ്പ് കാണിച്ചിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇനിയുള്ളത് സ്പീഡാണ്. നമുക്ക് ഒരു ഗെയിമിലെ 10-15 മൂവുകൾ വളരെ വേഗം ചെയ്യാൻ കഴിഞ്ഞാൽ അതിലൂടെ ഒരുപാട് സമയം ലാഭിക്കാനും അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഓപ്പണിങ്ങിൽ തന്നെ ഗെയിമിൽ നേടിയെടുക്കാനും കഴിയും. ഇതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ കഴിഞ്ഞ വിമൻസ് വേൾഡ് കപ്പ് ഫൈനൽ. അതിൽ ഓപ്പണിങ്ങിൽ ദിവ്യ നേടിയെടുത്ത 5 മിനിറ്റിന്റെ അഡ്വാൻറ്റേജ് ഗെയിമിൽ വളരെ നിർണായകമായിരുന്നു. ഇങ്ങനെ വേഗത്തിൽ മൂവ് ചെയ്യുന്നതിലൂടെ സമയം ലാഭിക്കാൻ കഴിയും എന്നതിനോടൊപ്പം വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മിഡിൽ ഗെയിമിലേക്ക് എത്താനും കഴിയും എന്നതാണ് ഓപ്പണിംഗ് പഠിക്കുന്നതുകൊണ്ടുള്ള പ്രധാന ഉപയോഗം. പിന്നെ ഓപ്പണിങ്ങിലെ പിഴവുകൾ കാരണമുള്ള വേഗത്തിലുള്ള തോൽവികൾ ഒഴിവാക്കാം. അതിനോടൊപ്പം എതിരാളിയുടെ ഭാഗത്തു നിന്നും വലിയ മിസ്റ്റേക്കുകളെല്ലാം സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് വേഗത്തിൽ വിജയിക്കുകയും ചെയ്യാം. എന്ന് കരുതി ഓപ്പണിംഗ് പഠിച്ചാലുടനെ വേഗത്തിൽ വിജയിക്കാം എന്നല്ല അർത്ഥം. എതിരാളിയുടെ ഭാഗത്തു നിന്നും മിസ്റ്റേക്കുകൾ സംഭവിച്ചില്ല എങ്കിൽ ഒരിക്കലും വേഗത്തിൽ വിജയിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. നമുക്കിനി ഇറ്റാലിയൻ ഗെയിം എങ്ങനെയാണ് കളിക്കുന്നതെന്ന് നോക്കാം. E4, E5, Knight F3, Knight C6, Bishop C4. ഇതാണ് ഇറ്റാലിയൻ ഗെയിമിന്റെ ആദ്യത്തെ മൂവുകൾ. ഇങ്ങനെ മൂവുകളെല്ലാം കാണാതെ പഠിക്കുന്നതിന് പകരം ഓരോ മൂവുകളും എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി പഠിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. വൈറ്റ് ആദ്യം തന്നെ E4 മൂവ് ചെയ്യുന്നതിലൂടെ സെന്ററിലെ പ്രധാനപ്പെട്ട 2 സ്ക്വയറുകൾ കൺട്രോൾ ചെയ്യുന്നതോടൊപ്പം ബിഷപ്പിന്റെയും ക്വീനിന്റെയും ഡയഗണലുകൾ ഓപ്പൺ ചെയ്യാനും ഇത്രയും സ്ക്വയറുകളിൽ കൺട്രോൾ നേടിയെടുക്കാൻ കഴിയുന്നുണ്ട്. ബ്ലാക്ക് E5 മൂവ് ചെയ്യുമ്പോഴും അതേ കാര്യങ്ങൾ തന്നെയാണ് സംഭവിക്കുന്നത്. ക്വീനിന്റെയും ബിഷപ്പിന്റെയും ഡയഗണലുകൾ ഓപ്പൺ ചെയ്യുന്നതോടൊപ്പം പോൺ ഉപയോഗിച്ച് സെന്റർ കൺട്രോൾ ചെയ്യാനും വൈറ്റിന്റെ പോണിനെ സ്റ്റോപ്പ് ചെയ്യാനും കഴിയുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന്റെ ആ E5ലെ പോണിന് യാതൊരു സപ്പോർട്ടും ഇല്ല. ആ പോണിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടാണ് വൈറ്റ് അടുത്ത മൂവ് ചെയ്യുന്നത്. നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു നൈറ്റ് ഡെവലപ്പ് ആയിട്ടുണ്ട്. ബ്ലാക്കിന്റെ പോണിനെതിരെ അറ്റാക്കും വന്നിട്ടുണ്ട്. അതിനോടൊപ്പം നേരത്തെ ബ്ലാക്കിന്റെ ക്വീനിന് കൺട്രോൾ ഇട്ടിരുന്ന ഈ 2 സ്ക്വയറുകളും ആ നൈറ്റിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് പ്രധാനമായും 2 ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ ആ പോണിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം, അല്ലെങ്കിൽ നൈറ്റിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വൈറ്റിന്റെ പോണിനെ തിരിച്ചറ്റാക്ക് ചെയ്യാം. അങ്ങനെ നൈറ്റ് ഉപയോഗിച്ച് തിരിച്ചറ്റാക്ക് ചെയ്യുന്നത് പെട്രോ ഡിഫൻസും പോൺ ഉപയോഗിച്ച് പോണിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഫിലിഡോ ഡിഫൻസും ആണ്. നമ്മളിപ്പോൾ ഈ 2 ഓപ്പണിങ്ങുകളിലേക്കും പോകുന്നില്ല. പകരം അടുത്ത നൈറ്റിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് പോണിനെ സപ്പോർട്ട് ചെയ്യുന്ന വേരിയേഷനാണ് നോക്കുന്നത്. ഇവിടെയും വൈറ്റിന് ഒരുപാട് ഓപ്ഷൻസ് ഉള്ളതിൽ ബിഷപ്പിനെ C4ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നതാണ് ഇറ്റാലിയൻ ഗെയിം. ഈ മൂവിന് പിന്നിലെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത്, വൈറ്റിന്റെ ഒരു പീസോടെ ഡെവലപ്പ് ആയിട്ടുണ്ട്. രണ്ടാമത്തത്, കാസ്റ്റിങ്ങിനുള്ള സൗകര്യം ആയിട്ടുണ്ട്. അതിനോടൊപ്പം ബ്ലാക്കിന്റെ ഏറ്റവും വീക്കായിട്ടുള്ള ഈ F7 സ്ക്വയറിലേക്ക് ഒരു അറ്റാക്കും വന്നിട്ടുണ്ട്. ഇതിനെതിരെ ബ്ലാക്കിന് പല രീതിയിൽ പ്രതികരിക്കാം. വൈറ്റ് ചെയ്ത പോലെ തന്നെ ബിഷപ്പിനെ C5ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഈ F2 സ്ക്വയറിലേക്ക് ഒരു അറ്റാക്ക് കൊണ്ടുവരികയോ, അല്ലെങ്കിൽ ഈ E4ലെ പോണിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ അടുത്ത നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുകയാണ് ബ്ലാക്കിന്റെ ഏറ്റവും നല്ല ഓപ്ഷനുകൾ. ഇത് രണ്ടും ഏറ്റവും നല്ല ഓപ്ഷൻസ് തന്നെയാണെങ്കിലും തുടർന്നുള്ള മൂവുകൾ അറിയില്ല എങ്കിൽ പലതരത്തിലുള്ള ട്രാപ്പുകളിൽ വീഴാൻ സാധ്യതയുണ്ട്. ആദ്യത്തെ ഓപ്ഷൻ ബിഷപ്പിനെ C5ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് F2 സ്ക്വയറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നതാണ്. ഈ ഓപ്പണിംഗ് ഗ്യൂക്കോ പിയാനോ ഗെയിം എന്നാണ് അറിയപ്പെടുന്നത്. ഇറ്റാലിയൻ വാക്കാണ്. നമുക്കതിനെ ഗ്യൂക്കോ പിയാനോ, ജിയൂക്കോ പിയാനോ, ഗൈക്കോ പിയാനോ അങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ വായിക്കാം. ഇവിടെ ഇപ്പോൾ വൈറ്റ് കാസ്ലിംഗ് ചെയ്യുകയോ അല്ലെങ്കിൽ C3 മൂവ് ചെയ്തുകൊണ്ട് അടുത്ത് D4 മൂവ് ചെയ്യാനുള്ള തയ്യാറെടുക്കുകയോ ചെയ്യുകയാണ് മെയിൻ മൂവ്. അല്ലാതെ തന്നെ നേരിട്ട് D4ഓ B4ഓ മൂവ് ചെയ്തുകൊണ്ട് ഗാംബിറ്റുകളിലേക്കും പോകാം. നമ്മൾ അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നേരത്തെ സൂചിപ്പിച്ച കാര്യത്തിലേക്ക് വരാം. അതായത് ബ്ലാക്ക് സൈഡ് കളിക്കുന്നത് അത്ര എക്സ്പീരിയൻസ് ഉള്ള പ്ലെയർ അല്ല എങ്കിൽ വൈറ്റിനെ ഇപ്പോൾ തന്നെ ഒരു ഗാംബിറ്റ് ചെയ്തുകൊണ്ട് ബ്ലാക്കിന്റെ കിങ് സൈഡ് വീക്ക് ആക്കാനും
വളരെ ശക്തമായ ഒരു അറ്റാക്ക് കൊടുക്കാനും കഴിയും. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ബിഷപ്പ് വെച്ച് F7 പോണോട്ട് എടുത്ത് ചെക്ക് കൊടുത്തുകൊണ്ട് ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്യാം. ഈ ഗാംബിറ്റ് ജെറോം ഗാംബിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നൈറ്റ് വെച്ച് E5 പോണെടുത്തുകൊണ്ട് ഒരു നൈറ്റിനെ കൂടെ സാക്രിഫൈസ് ചെയ്യാം. ഇപ്പോൾ ചെക്കാണ്. ബ്ലാക്ക് അതും അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ക്വീനെ H5 കൊണ്ടുവന്ന് ഇങ്ങനൊരു ഫോർക്കും ചെക്ക് കൊടുക്കാം. ഈ ചെക്ക് പോണ വെച്ച് ബ്ലോക്ക് ആണെങ്കിൽ ക്വീൻ വെച്ച് നൈറ്റിനോട് എടുത്തുകൊണ്ട് വീണ്ടും ഇങ്ങനൊരു അറ്റാക്ക് കൊടുക്കാം. അല്ലാതെ ഈ നൈറ്റ് വെച്ച് തന്നെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ക്വീൻ വെച്ച് ബിഷപ്പിനിട്ട് എടുക്കാം. അങ്ങനെ ഈ രണ്ട് പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനായിട്ട് കിങ് വെച്ച് നൈറ്റിന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ആദ്യം ക്വീനെ F5 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കാം. ഇപ്പോൾ കിങ്ങിന് E7 മാത്രമേ മാറാൻ കഴിയുള്ളൂ. ആ സമയത്ത് ഒരു ചെക്കോട് കൂടി ചെക്ക് ഇപ്പോൾ എങ്ങനെ തന്നെ ഒഴിവാക്കിയാലും ബ്ലാക്കിന് ആ ബിഷപ്പോട് നഷ്ടമാകും. ഈ ഗാംബിറ്റ് ബിഗിനർ പ്ലേയേഴ്സിനെതിരെ സക്സസ് ആവുമെങ്കിലും ബ്ലാക്ക് കൃത്യമായിട്ടുള്ള മൂവുകൾ ചെയ്യുകയാണെങ്കിൽ ഈ അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യാനും വൈറ്റിനെ തിരിച്ച് ട്രാപ്പ് ചെയ്യാനും കഴിയും. ഈ ഗാംബിറ്റിൻ്റെ എല്ലാ വേരിയേഷൻസും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും നമ്മുടെ അടുത്ത വീഡിയോ വരുന്നത്. നമുക്കിനി രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് പോകാം. ഇറ്റാലിയൻ ഗെയിമിനെതിരെ ബ്ലാക്കിൻ്റെ ഏറ്റവും മികച്ച രണ്ടാമത്തെ ഓപ്ഷൻ അടുത്ത നൈറ്റിനെ കൂടെ F6 ഡെവലപ്പ് ചെയ്യുന്നതോടൊപ്പം E4 പോണതിരെ അറ്റാക്കും കൊടുക്കുക എന്നാണ്. ഈ വേരിയേഷൻ 2 നൈറ്റ്സ് ഡിഫൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ബ്ലാക്കിൻ്റെ നൈറ്റ് F6 വന്നതോടെ ആ നൈറ്റിന് H5 കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൈറ്റിന് ഇനി ജെറോം ഗാംബിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ F7 പോയിന്റ് എടുത്തുകൊണ്ട് ഇങ്ങനെ ഗാംബിറ്റിലേക്ക് പോയാലും ബ്ലാക്കിന് അത് അക്സെപ്റ്റ് ചെയ്യാം. ഈ സമയത്ത് നൈറ്റിനെ കൂടെ സാക്രിഫൈസ് ചെയ്താലും അതും അക്സെപ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഈ H5 സ്ക്വയർ ഈ നൈറ്റിനെ കൺട്രോളായത് കാരണം ക്വീന് വെച്ച് നേരത്തെ കണ്ടുപോലെ ഇങ്ങനെ ഫോർക്കും ചെക്ക് കൊടുക്കാൻ കഴിയില്ല. എന്നാൽ വൈറ്റിനിപ്പോൾ ഈ ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്യാതെ തന്നെ മറ്റൊരു അറ്റാക്കിനുള്ള സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ ഈ നൈറ്റ് ഇവിടേക്ക് വന്നതോടെ ക്വീൻ്റെ ഡയഗണൽ ക്ലോസ് ആയിരിക്കുകയാണ്. ആ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ F3 നൈറ്റിനെ G5 കൊണ്ടുവരാം. ഈ മൂവിന് പിന്നിൽ രണ്ട് ഉദ്ദേശങ്ങളാണുള്ളത്. ഒന്നാമത്തത് ഈ അറ്റാക്കുള്ള പോണിന് സപ്പോർട്ട് ചെയ്യാം. രണ്ടാമത്തത് ഈ F7 അറ്റാക്ക് കൂടുതൽ സ്ട്രോങ് ആക്കാം. ബ്ലാക്ക് ഇപ്പോൾ ഈ നൈറ്റിനോട് ഒഴിവാക്കുന്നതിനായിട്ട് ആദ്യം തന്നെ H6 ചെയ്തുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നൈറ്റ് വെച്ച് F7 പോയിന്റ് എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു ഫോർക്ക് വരുന്നതോടെ ബ്ലാക്കിന് റൂക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് ആദ്യം തന്നെ D5 ചെയ്തുകൊണ്ട് ഈ ബിഷപ്പിൻ്റെ ഡയഗണൽ ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ വൈറ്റിന് പോൺ വെച്ച് പോയിന്റ് എടുക്കാം. ഇപ്പോൾ ഒരു പോൺ നഷ്ടപ്പെട്ടെങ്കിലും ബ്ലാക്കിന് വലിയ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ബ്ലാക്കിനിവിടെ പ്രധാനമായും 3 ഓപ്ഷനുകളാണുള്ളത്. ഒന്നുകിൽ ഈ അറ്റാക്കുള്ള നൈറ്റിനെ A5 കൊണ്ടുവന്ന് വൈറ്റിനെ ബിഷപ്പിനെ തിരിച്ചറ്റാക്ക് ചെയ്യാം. അത് പൊളേരിയോ ഡിഫൻസ് ആണ്. അല്ലെങ്കിൽ ആ നൈറ്റിനെ D4 കൊണ്ടുവരാം. അത് ഫ്രിറ്റ്സ് വേരിയേഷൻ ആണ്. ഇത് രണ്ടും അല്ലാതെ വേണമെങ്കിൽ ഈ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നതിന് പകരം B5 ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ ബിഷപ്പിനെ തിരിച്ചറ്റാക്ക് ചെയ്യാം. ഇതിന് ഉൾവെസ്റ്റാർട്ട് വേരിയേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. വൈറ്റ് ഇപ്പോൾ ബിഷപ്പ് വെച്ച് പോയിന്റ് എടുത്തുകൊണ്ട് നൈറ്റിനെതിരെയുള്ള അറ്റാക്ക് സ്ട്രോങ് ആക്കുകയാണെങ്കിൽ ക്വീൻ വെച്ച് D5 പോയിന്റ് എടുത്തുകൊണ്ട് ആ നൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം ബിഷപ്പിനെ തിരിച്ചറ്റാക്കുകയും ചെയ്യാം. നമ്മൾ ഈ 3 വേരിയേഷനുകളിലെയും രണ്ട് ഭാഗത്തു നിന്നുള്ള മികച്ച മൂവുകളും ആ വേരിയേഷനിൽ നടന്നിട്ടുള്ള ഗെയിമുകളും ഉൾപ്പെടുത്തി പ്രത്യേകം വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെ ബ്ലാക്ക് ഈ 3 വേരിയേഷനിലേക്കും പോകാതെ ആ നഷ്ടപ്പെട്ട പോണിനെ അപ്പോൾ തന്നെ തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നെങ്കിലാണ് നേരത്തെ പറഞ്ഞ ട്രാപ്പിലേക്ക് വീഴുന്നത്. അതായത് ഇവിടെ ഇപ്പോൾ ഈ നൈറ്റിനുള്ള അറ്റാക്ക് ഒഴിവാക്കുന്നതിനായിട്ട് നൈറ്റ് വെച്ച് ആ പോൺ എടുക്കുകയാണെങ്കിൽ ബ്ലാക്കിനിവിടെ രണ്ട് ഉപയോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത്തത് ആ നഷ്ടപ്പെട്ട പോണിനെ തിരിച്ചു കിട്ടി. രണ്ടാമത്തത് ഈ ക്വീൻ്റെ ഡയഗണൽ ഓപ്പൺ ആയതോടെ വൈറ്റിൻ്റെ നൈറ്റിനെതിരെ ഡിസ്കവർ അറ്റാക്കും വന്നിട്ടുണ്ട്. എന്നാൽ വൈറ്റിനിപ്പോൾ ആ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റേണ്ട ആവശ്യമില്ല. ആ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ഒരു അറ്റാക്കിലേക്ക് പോകാം. നൈറ്റ് വെച്ച് F7 പോയിന്റ് എടുത്തുകൊണ്ട് റൂക്കിനെയും ക്വീനെയും ഫോർക്ക് ചെയ്യാം. ഈ അറ്റാക്ക് ഫ്രൈഡ് ലിവർ അറ്റാക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ബ്ലാക്കിനിപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. കിങ് വെച്ച് നൈറ്റിന് ഇട്ടേണ്ടി വരും. ആ സമയത്ത് ക്വീനെ F4 കൊണ്ടുവന്ന് ഇങ്ങനൊരു ഫോർക്കും ചെക്ക് കൊടുക്കാം. ആ നൈറ്റ് ബിഷപ്പിൻ്റെ പിന്നിങ്ങിലായത് കാരണം നൈറ്റ് വെച്ചിപ്പോൾ ചെക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. ആ നൈറ്റിനിപ്പോൾ ക്വീൻ്റെ സപ്പോർട്ട് അത്രമേ ഉള്ളൂ. അതുകൊണ്ട് കിങ്ങിനെ E6 കൊണ്ടുവന്ന് നൈറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അടുത്ത നൈറ്റിനെ കൂടെ C3 ഡെവലപ്പ് ചെയ്തുകൊണ്ട് വൈറ്റിന് അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇതിൻ്റെയും എല്ലാ വേരിയേഷൻസും ഉൾപ്പെടുത്തി ഒരു പ്രത്യേകം വീഡിയോ ചെയ്യാം. ഇങ്ങനെ 2 നൈറ്റ്സ് ഡിഫൻസിലേക്ക് പോയാൽ ഫ്രൈഡ് ലിവർ അറ്റാക്കിനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ബ്ലാക്കിനിവിടെ മൂന്നാമതൊരു ഓപ്ഷൻ ഉണ്ട്. ആദ്യം തന്നെ ബിഷപ്പിനെ E7 ഡെവലപ്പ് ചെയ്യാം. ഇതിന് ഹംഗേറിയൻ ഡിഫൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഈ G5 സ്കോറിലേക്ക് ബിഷപ്പിന്റെ കൺട്രോളിലൂടെ വന്നത് കാരണം വൈറ്റിനിപ്പോൾ നൈറ്റിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. വീണ്ടും ഫ്രൈഡ് ലിവർ അറ്റാക്കിനുള്ള സാധ്യത കിട്ടുന്നതിന് വേണ്ടി ഇപ്പോൾ D3 D4 ചെയ്തുകൊണ്ട് ഈ ബിഷപ്പിന്റെ ഡയഗണൽ കൂടെ ഓപ്പൺ ചെയ്യുകയാണെങ്കിലും ബ്ലാക്കിനെ നൈറ്റിനെ F6 ഡെവലപ്പ് ചെയ്യാം. ഈ സമയത്ത് നൈറ്റിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് നേരത്തെ കണ്ടുപോലെ അറ്റാക്കിന് ശ്രമിച്ചാലും കാസ്റ്റിംഗ് ചെയ്തുകൊണ്ട് ബ്ലാക്കിന് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. ഈ ഹംഗേറിയൻ ഡിഫൻസ് അല്ലാതെ
ബ്ലാക്കിന് വേണമെങ്കിൽ അഡ്വാൻസ് ആയിട്ട് H6 ചെയ്തുകൊണ്ട് ഈ നൈറ്റ് G5ലേക്ക് വരുന്നത് തടയാൻ കഴിയും. അതിന് ആൻറ്റി ഫ്രൈഡ് ലിവർ ഡിഫൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിനെല്ലാം പുറമെ ബ്ലാക്കിന് വേണമെങ്കിൽ F5 ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ഗ്യാമ്പറ്റിലേക്കും പോകാം. ഈ ഗ്യാമ്പറ്റ് റൂസോ ഗ്യാമ്പറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ മൂവോടെ കിങ്സ് എല്ലിലെ വളരെ പ്രധാനപ്പെട്ട ഈ ഡയഗണൽ ഓപ്പൺ ആകുന്നതുകൊണ്ട് തന്നെ ഇത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള ഗ്യാമ്പറ്റാണ്. എന്നാലും വൈറ്റ് എടുക്കുമ്പോൾ കിങ്സ് ഗ്യാമ്പറ്റ് കളിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന വളരെ നല്ലൊരു ഗ്യാമ്പറ്റ് തന്നെയാണ്. വൈറ്റ് ഇപ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്കിന് ഒന്നുകിൽ D5 ചെയ്തുകൊണ്ട് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നതോടൊപ്പം ആ പോണെതിരെ ഡിസ്കൗണ്ട് അറ്റാക്ക് കൊടുക്കാം. അല്ലെങ്കിൽ E4 ചെയ്തുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കാം. ആ നൈറ്റിനിപ്പോൾ സേഫ് ആയിട്ട് പോകാൻ അധികം സ്കോറുകളൊന്നുമില്ല. ഇത് രണ്ട് സൈഡിലേക്കും പലതരം ട്രാപ്പിന് സാധ്യതയുള്ള ഒരു ഗ്യാമ്പറ്റാണ്. വൈറ്റിനിവിടെ ഈ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് വളരെ നല്ലൊരു കൗണ്ടർ ട്രാപ്പിനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഇപ്പോൾ വൈറ്റിന് D3യിൽ ഒരു പോൺ ഉണ്ടായിരുന്നാലും നമുക്ക് ഇതേ ഗ്യാമ്പറ്റ് ട്രൈ ചെയ്യാൻ പറ്റും. അതായത് ഈ പൊസിഷനിൽ നേരിട്ട് തന്നെ റൂസോ ഗ്യാമ്പറ്റിലേക്ക് പോകാതെ ബ്ലാക്കിന് വേണമെങ്കിൽ ബിഷപ്പിനെ B5ലേക്ക് ഡെവലപ്പ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ വൈറ്റ് C3 മൂവ് ചെയ്യുന്നതാണ് മെയിൻ ലൈൻ. ഇവിടെ വേണമെങ്കിലും നമുക്ക് F5 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോണിനെ ഗ്യാമ്പറ്റ് ചെയ്യാം. ഇതിന് അലക്സാണ്ടർ ഗ്യാമ്പറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെ C3ക്ക് പകരം D3 മൂവ് ചെയ്യുന്നത് പിയാനിസിമോ വേരിയേഷനാണ്. ഇവിടെയും ബ്ലാക്കിന് അതേ ഗ്യാമ്പറ്റിലേക്ക് തന്നെ പോകാം. ഇതിന് ലുക്കിനി ഗ്യാമ്പറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ 3 ഗ്യാമ്പറ്റുകളും ഒരുപോലെ തോന്നുമെങ്കിലും 3നെ നേരിടേണ്ടത് 3 രീതിയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സീരീസിൽ ഈ 3 ഗ്യാമ്പറ്റുകളും പ്രത്യേകമായിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇവിടെ ബ്ലാക്ക് ബിഷപ്പിനെ C5ലേക്ക് ഡെവലപ്പ് ചെയ്യുമ്പോൾ C3യോ D3യോ മൂവ് ചെയ്യുന്നതിന് പകരം B5 കൊണ്ട് നേരിട്ട് ആ ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നതാണ് ഇവാൻസ് ഗ്യാമ്പറ്റ്. ബ്ലാക്കിന് ഇവിടെ പ്രധാനമായും 4 ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ അത് അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബിഷപ്പിനെ അറ്റാക്കിൽ നിന്നും എങ്ങോട്ടെങ്കിലും മാറ്റാം, അതുമല്ലെങ്കിൽ B5ഓ D5ഓ മൂവ് ചെയ്തുകൊണ്ട് ഒരു കൗണ്ടർ ഗ്യാമ്പറ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള എല്ലാ വേരിയേഷനുകളും ഉൾപ്പെടുത്തി ഇവാൻസ് ഗ്യാമ്പറ്റിൻ്റെയും ഒരു വീഡിയോ പ്രത്യേകം ചെയ്യാൻ പ്ലാനുണ്ട്. ഇറ്റാലിയൻ ഗെയിമിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഗ്രെക്കോ ഗ്യാമ്പറ്റ്, ഡുവറ്റ്സ് ഗ്യാമ്പറ്റ്, ട്രാക്സർ കൗണ്ടർ അറ്റാക്ക്, ബ്ലാക്ക് ബേൺ ഷില്ലിംഗ് ഗ്യാമ്പറ്റ്, ഇങ്ങനെ തുടങ്ങി 20ഓളം ഗ്യാമ്പറ്റുകളെ കുറിച്ച് ഇനിയും പറയാനുണ്ട്. ഇങ്ങനെ ഓരോന്നും ചെയ്യാം എന്ന് പറയുന്നതിനേക്കാൾ ഓരോന്നായിട്ട് വിശദമായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഈ വീഡിയോ തൽക്കാലം ഇവിടെ വെച്ച് നിർത്തുകയാണ്. നമ്മളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഏകദേശം എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ അതിന് ചെയ്യണമോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞ ശേഷം തീരുമാനിക്കാം. എന്തായാലും ഈ ഓപ്പണിങ്ങിനെ ബേസ് ചെയ്ത് ടൂർണമെൻറ്റുകൾ ഉണ്ടാകും. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്താൽ മതി. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.